ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 7 മൂന്നാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൻ്റെ ശിരസ്സാകുന്ന സത്യലോകത്തിൽ രജോഗുണപ്രധാനനായി ജനിച്ച ബ്രഹ്മാവ് വിശ്വസൃഷ്ടി നടത്തുവാനുള്ള ആഗ്രഹത്തോടെ അതിനുവേണ്ടിയുള്ള അറിവ് സമ്പാദിക്കുവാൻ സ്വയം ശ്രമിച്ചെങ്കിലും സാധിക്കാതെ ദുഃഖിതനായിരിക്കുമ്പോൾ ആകാശത്തു നിന്നും തപ തപ എന്നുള്ള അശരീരി കേട്ടു. മധുര ശബ്ദത്തിൽ തപസ്സു ചെയ്യൂ എന്നുള്ള അശരീരി കേട്ടു എന്നതുവരെയാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. കോസൗ മാമവദത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷൂദീക്ഷ്യ കിമപ്യനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത. കോസൗ കഹ അസൗ. കഹ എന്നാൽ ആരാണ്, അസൗ ഇത്, മാം അവദത് മാം എന്നോട്, അവദത് പറഞ്ഞത്, പുമാൻ ആ ആൾ ആരാണ്, പുമാൻ എന്ന് പറഞ്ഞാൽ ആള്, ഇതി ഇങ്ങനെ. അപ്പോൾ ബ്രഹ്മാവ് തപ തപ എന്നുള്ള അശരീരി കേട്ടപ്പോൾ ആരാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞ ആൾ എന്ന് ജലാപൂർണേ ജഗന്മണ്ഡലേ, ജലാപൂർണേ ജലം നിറഞ്ഞു നിൽക്കുന്ന ജഗന്മണ്ഡലേ. അപ്പോൾ ബ്രഹ്മാവ് ഇരിക്കുന്ന ആ ഭാഗത്ത് വേറെ യാതൊന്നും കാണാനില്ല, ചുറ്റും വെള്ളം മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്, വേറെ ആരെയും കാണാനില്ല. അങ്ങനെ ജലാപൂർണേ ജഗന്മണ്ഡലേ, ജലം നിറഞ്ഞു നിൽക്കുന്ന ആ ജഗന്മണ്ഡലത്തിൽ ആരാണ് എന്നോട് ഇങ്ങനെ തപ തപ എന്ന് പറഞ്ഞത് എന്ന് അറിയാനായി ദിക്ഷു ദീക്ഷ്യ, ദിക്ഷു ദിക്കുകളിലേക്കെല്ലാം, ഉദീക്ഷ്യ നോക്കിയിട്ട്, കിമപ്യനീക്ഷിതവത കിമപ്യ കിം അപി, കിം ഒന്നും, അപി തന്നെ, കിമപി ഒന്നും തന്നെ, അനീക്ഷിതവത കാണാൻ സാധിച്ചില്ല. ബ്രഹ്മാവ് ചുറ്റും നോക്കി ജലം നിറഞ്ഞ ജഗന്മണ്ഡലമല്ലാതെ അവിടെ വേറെ ആരെയും കണ്ടില്ല. അപ്പോൾ ആരാണ് എന്നോട് തപ തപ എന്ന് പറഞ്ഞത് എന്നറിയാതെ ചുറ്റും നോക്കിയിട്ട് ആരെയും കാണാത്തതുകൊണ്ട് വാക്യാർത്ഥമുത്പശ്യത, വാക്യാർത്ഥം ആ കേട്ട വാക്കിൻ്റെ അർത്ഥം ഉത്പശ്യത മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാം എന്ന് കരുതുന്നു. തപ തപ എന്നുള്ള അശരീരി കേട്ട ബ്രഹ്മാവ് ഇതാരാണ് എന്നോട് പറയുന്ന ആളെന്ന് ചുറ്റും നോക്കിയപ്പോൾ ചുറ്റും ജലം നിറഞ്ഞ ജഗന്മണ്ഡലമല്ലാതെ മറ്റാരെയും കാണാഞ്ഞിട്ട്, എന്നാൽ ഇനി കേട്ട വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് കരുതുന്നു. ഇനി അടുത്ത 2 വരികൾ നോക്കാം. ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. ദിവ്യം ദിവ്യമായ വർഷസഹസ്രം, സഹസ്രം എന്നാൽ 1000, വർഷസഹസ്രം 1000 വർഷം. അപ്പോൾ ദിവ്യമായ 1000 സംവത്സരങ്ങൾ ആത്തതപസ തപസ്സു ചെയ്തിട്ട്, തേന ആ ബ്രഹ്മാവിനാൽ, ത്വം അങ്ങ് ഭഗവാൻ, ആരാധിത ആരാധിക്കപ്പെട്ടു. ഇങ്ങനെ ആ തപ തപ എന്നുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവ് 1000 ദിവ്യ സംവത്സരം അങ്ങയെ തപസ്സു ചെയ്ത് ആരാധിച്ചു. അങ്ങനെ സന്തുഷ്ടനായ അങ്ങ് തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. തസ്മൈ ആ ബ്രഹ്മാവിന് ദർശിതവാൻ അസി, പ്രത്യക്ഷനായി ദർശനം നൽകി, ദർശിതവാൻ അസി അങ്ങ്
സ്വനിലയം സ്വന്തം വാസസ്ഥലമായ വൈകുണ്ഠം ഏകാദ്ഭുതം ഏകാദ്ഭുതം ഒരേ ഒരു അദ്ഭുതമായ വൈകുണ്ഠലോകത്തെ ബ്രഹ്മാവിന് ദർശിതവാൻ പ്രത്യക്ഷമായി ബ്രഹ്മാവിന് വൈകുണ്ഠലോകത്തെ സ്വന്തം വാസസ്ഥലമായ വൈകുണ്ഠലോകത്തെ ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്നാണ് ഈ രണ്ടാമത്തെ 2 വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. വിശ്വസൃഷ്ടിക്ക് വേണ്ടിയുള്ള അറിവ് ലഭിക്കാതെ ദുഃഖിതനായിരിക്കുന്ന ബ്രഹ്മാവ് തപ എന്നുള്ള അശരീരി കേട്ടിട്ട് ഇതാരാണ് എന്നോട് പറയുന്ന ആളെന്ന് ചുറ്റും നോക്കിയപ്പോൾ ചുറ്റും ജലം നിറഞ്ഞ ജഗന്മണ്ഡലമല്ലാതെ മറ്റാരെയും കാണാഞ്ഞിട്ട് എന്നാൽ ഇനി കേട്ട വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് കരുതി. അതനുസരിച്ച് ദിവ്യമായ 1000 സംവത്സരം തപസ്സു ചെയ്തിട്ട് ഭഗവാൻ ഈ ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ടു. അങ്ങനെ സന്തുഷ്ടനായ ഭഗവാൻ സ്വന്തം വാസസ്ഥലമായ ലോകത്തിലെ ഒരേ ഒരു അത്ഭുതമായ വൈകുണ്ഠലോകത്തെ ഈ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷൂദീക്ഷ്യ കിമപ്യനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷൂദീക്ഷ്യ കിമപ്യനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. 4ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.